ശ്രീ ഫഹദ് മർസൂഖ്, ഇവിടെ 100% ഇപ്പോൾ രാവിലെ 10 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ മഴ പെയ്യുക എന്ന പ്രവചനമൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. നമുക്കതിൻ്റെതായ ശാസ്ത്രത്തിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മഴ കണ്ടു, പെരുമഴയായിരുന്നു. ആ മഴ അതിനു മുമ്പ് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത മഴയല്ല. ആ ബേലിപ്പാലത്തിനപ്പുറത്ത് ജോലിക്ക് പോയ ചേച്ചിമാരൊക്കെ അവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പെരുമഴയെങ്കിലും നമുക്ക് നേരത്തെ പ്രവചിച്ച് അവരോട് പറയാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവണ്ടേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ? ശ്രീ ഫഹദ് മർസൂഖ്. തീർച്ചയായും ഉണ്ടാവണം. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്ക് ആർക്കുമില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് ഇതൊന്നും ഉണ്ടായി വരില്ല. നമ്മളത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. വയനാട് ജില്ലയിൽ നമ്മളൊരു റഡാർ സ്ഥാപിക്കാൻ പോകുന്നു. മംഗലാപുരത്ത് കാലാവസ്ഥാ വകുപ്പ് ഒരു റഡാർ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. അത് പ്രവർത്തനക്ഷമമാവുകയാണ്. വയനാടിൻ്റെ കുറച്ചുകൂടി നമുക്ക് സമയമെടുക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ടെസ്റ്റിംഗ് കൂടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതായിരുന്നാലും നമുക്ക് റഡാർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ അകത്തുള്ള മേഘങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും അതുപോലെ മറ്റു കൂടുതൽ ഇൻഫർമേഷൻ ഔട്ട്കാസ്റ്റ് ചെയ്യാൻ, അതായത് ഇത്ര സമയം കൊണ്ട് മഴ പെയ്യും, ഇത്ര പെട്ടെന്ന് അടുത്ത 3 മണിക്കൂറിൽ എന്ത് മഴ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ, കുറച്ചുകൂടി ഗ്രാനുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് റഡാർ കൂടി വരുന്നതോടുകൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് അതുപോലെ നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവിടെ കണ്ട ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യം കൂടി ഞങ്ങൾ കാണിക്കുകയാണ്. അങ്ങ് നേർക്കുന്നവർ മറുപടി പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് കാണിച്ചിരുന്നെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങൾ കാണിക്കുക. ഇന്നലെ ആ ബേലിപ്പാലത്തിനോടുള്ള പ്രതിഷേധത്തിന്റെ ചില പ്രതികരണങ്ങളാണ്. പറമ്പില്ല, 9,000 അല്ല, എവിടെയില്ല, ഒരിതില്ല. എല്ലാവരും സർക്കാർ ഒക്കെ വരിക. 1 വർഷമായി. എവിടെ പോകാനാ ഞങ്ങൾ ഇവിടെ ജീവിക്കണം. ഞങ്ങൾ രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. ഫഹദ്, അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദിവസമുള്ള 300 രൂപ അവർക്ക് നിർത്തലാക്കി, ഈ പറയുന്ന വാടക കൊടുക്കുന്നത് നിർത്തലാക്കി, അവിടെ ജോലിക്ക് പോകാൻ മറ്റു വഴികളില്ല, അതുകൊണ്ടാണ് ബേലിപ്പാലത്തിനപ്പുറത്തേക്ക് അവർക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് തുടങ്ങിയ വലിയ പ്രതിഷേധമുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ വലിയ വേദനയായ ദുരന്തമാണ്. ആ ദുരന്തം കഴിഞ്ഞ് വർഷം 1 ആകുമ്പോഴും അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ഫഹദ് മർസൂഖ്, അങ്ങ് മറുപടി പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയുമോ? അല്ല, മറുപടി പറയുന്നതിന് പ്രയാസങ്ങളില്ല. എനിക്കതിന് സമയം തരുവാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. തീർച്ചയായിട്ടും ഒരു ദുരന്തം നേരിട്ട് ബാധിച്ചവരും അതുപോലെ പരോക്ഷമായി ബാധിച്ചവരും ഉണ്ടാവും. ഇത്തരത്തിൽ ദുരന്തം ബാധിച്ച ആളുകളെ പരമാവധി ചേർത്ത് നിർത്തണം എന്നുള്ള സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. അതിൽ എത്ര കൊടുത്താലും മതിയാകില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആഗ്രഹിക്കുന്ന ആളാണ്. അവരെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ അത്രയും ഇതിൽ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ചില കാര്യങ്ങൾ പക്ഷേ എപ്പോഴും നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലില്ലാത്ത കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്. ഇന്നലെ പ്രതിഷേധമുണ്ടായത്, ആ പ്രതിഷേധം പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചനകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ യോഗം ചേരുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ കളക്ടറെ അവരുടെ ഈ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള ആളുകളുടെ പ്രശ്നം എന്താണ് എന്ന് തീർച്ചയായും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പഠിക്കാനും അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പരിഹാരം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും പരമാവധി സഹായം എത്തിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു, വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ, റിലീഫൊക്കെ പല ഘട്ടങ്ങളായിട്ട് ഉള്ള ഒരു വലിയ പ്രോസസ്സാണ്. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സഹായങ്ങൾ നൽകേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ആളുകൾക്ക് 10,000 രൂപ നമ്മൾ അവിടെ സഹായമായിട്ട് നൽകി. അങ്ങനെ ഒരു 16 കോടിയോളം രൂപ നമ്മൾ ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് 10,000 രൂപ കൊടുക്കും. പിന്നെ തൊഴിൽ നഷ്ടം സംഭവിച്ച ആളുകൾ, അല്ലെങ്കിൽ ജീവനോപാധി നഷ്ടം സംഭവിച്ച ആളുകൾക്ക്, അവർക്ക് ആണ് നേരത്തെ താങ്കൾ കാണിച്ച ക്ലിപ്പിൽ പറയുന്ന ആളുകൾ പറഞ്ഞ പോലെ ദിവസം 300 രൂപ കണക്കാക്കി ഒരു കുടുംബത്തിൽ 2 പേർക്ക് വീതം 300 രൂപ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് 30 ദിവസം വരെയാണ് അത്. പിന്നെ തൊഴിലുറപ്പിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള പൈസ കൊടുക്കണമെന്നാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം. അതനുസരിച്ച് നമ്മൾ 90 ദിവസം കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ അകത്ത് ദുരന്തം നേരിട്ട് ബാധിച്ചവരായിട്ടും അതുപോലെ ഈ നോഗോ സോൺ, നമ്മൾ ഒരു തരത്തിലും അവിടെ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി നോഗോ സോണിൽ ഉൾപ്പെടെ 402 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെ അല്ലാതെ ഇത് പരോക്ഷമായി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരന്തം ബാധിച്ചു, ചിലപ്പോൾ ആളുകൾക്ക് വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു. അപ്പോൾ പല തരത്തിൽ കാറ്റഗറി ആളുകൾക്ക് അപകടം സംഭവിച്ചവരുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
കുറച്ച് ആളുകൾക്ക് ഈ പറയുന്ന എല്ലാവർക്കും എല്ലാ കാലം ഇത് കൊടുക്കാൻ പറ്റില്ല. 300 രൂപ ഒറ്റ വർഷമായിട്ടുള്ളൂ സാർ. ഇല്ല, ഷിഫാദ് മാസം ഒറ്റ വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനോപാധികളിൽ അവരുടെ ജീവിതം നേരെ ട്രാക്കിലേക്ക് ഇതുവരെ കയറി. ഞാൻ അവിടെ ഉണ്ടായത് ഞാൻ പറയാം. അവിടെ ഉണ്ടായത് അവിടുത്തെ വില്ലേജ് ഓഫീസറും തഹസിൽദാർ കൂടി ഒരു അരിക്കൽ സംഭവിക്കുന്നു. ഒരു അരിപ്പ് വെച്ച് ആരാണ് ആവശ്യക്കാരല്ലാത്തവർ എന്ന് അരിപ്പ അവർ വെക്കുന്നു. അവർ ഇൻസെൻസിറ്റീവായി പെരുമാറിയെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പോലും ഇല്ലാതെ ഈ പറയുന്ന ജീവിക്കാൻ പെടാപ്പാട് വിടുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 കോഴിയെ മേടിച്ച് വളർത്തിയാൽ പോരെ, നിങ്ങൾക്ക് തേയിലയുടെ കൊളുന്നുകൊള്ളാൻ പോയാൽ പോരെ തുടങ്ങിയ ഡയലോഗുകളിലൂടെ ഇൻസെൻസിറ്റീവായി ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നു എന്നുള്ളതാണ് ഞാൻ നേർക്കുന്ന അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതും ഒഴിവാക്കേണ്ടതാണ് ഷിഫാദ് മർസൂഖ്. തീർച്ചയായിട്ടും അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും അതിനൊന്നും ന്യായീകരിക്കില്ല. എനിക്കറിയില്ല അതിൻ്റെ വസ്തുത എന്താണെന്നുള്ള കാര്യം. നമ്മൾ അനാവശ്യമായ ഉദ്യോഗസ്ഥരെ, കാരണം നമ്മളാരും 8 മണിക്കൂർ ജോലി ചെയ്ത് പോകുന്ന ആളുകളല്ല. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളെ കാര്യം മാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, റവന്യൂ വകുപ്പാവട്ടെ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാവട്ടെ, ഇറിഗേഷൻ ആവട്ടെ. ഇപ്പം ഈ സംഭവം മഴ ഉണ്ടാകുന്ന സമയത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. എനിക്ക് അവർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് പുഴയുടെ ഒഴുക്ക്. അപ്പോൾ ആ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ കഴിഞ്ഞ് പോകുന്നവരെല്ലാം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വളരെയധികം സമയമെടുത്ത്, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അധികം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ എനിക്കറിയില്ല അവർ എത്രത്തോളം ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറിയോ ഇല്ലെന്നുള്ള കാര്യമില്ല. എന്തായാലും റവന്യൂ മന്ത്രി അത് പരിശോധിക്കുമെന്ന് പറയുകയും അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും. പക്ഷേ ഇതിന്റെ കാര്യം അവിടെ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് +2 മാറുന്ന 55 കുട്ടികളുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിച്ച് +2 പോകുന്ന 55 കുട്ടികളുണ്ട്. അവർക്ക് യൂണിഫോം വാങ്ങണം, അവർക്ക് പുതിയ പുസ്തകം വാങ്ങണം. ഒരു സഹായം ആരും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഈ പറയുന്ന സംഷാദ് മരക്കാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ് ഇടപെട്ട ഏതോ സംഘടനയെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന 9 കുട്ടികളുണ്ട്. ഒരു സഹായം ആരും ചെയ്തിട്ടില്ല. ഇതുപോലെ ഈ പറയുന്ന അവിടുത്തെ പ്രാദേശിക, അതും സംഷാദ് മരക്കാർ തന്നെയാണ് കേട്ടോ, രാഷ്ട്രീയ ഇടപെടലുണ്ടാകുന്ന ഏതെങ്കിലും സംഘടനയെ പിടിച്ച് അവർക്ക് ചെയ്യാനുള്ള സഹായം കൊടുക്കുന്നു. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഏതെങ്കിലും പ്രാദേശിക സഹായത്തിൽ കൂടെ ബേക്കറി ഉണ്ടാക്കി കൊടുക്കുന്നു, ബ്യൂട്ടി പാർലർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള സഹായം ഉണ്ടാകുന്നു. ഓട്ടോ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഓട്ടോ ഒക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ, ബ്യൂട്ടി പാർലർ ആൾ വരണമെങ്കിൽ, ബേക്കറിൽ ആൾ വരണമെങ്കിൽ അവിടെ ആൾ വരണം, അവിടെ ടൂറിസം ഉണ്ടാവണം. അതൊന്നും ഉണ്ടാവാതിരിക്കുമ്പോഴേക്കും ഇവരൊക്കെ ഇവർക്ക് ജീവനോപാധിയായി, അതുകൊണ്ട് പൈസ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർ തഹസിൽദാർ കൂടാ. ഒരു ആലോചന എവിടെ ഉണ്ടായിട്ടില്ല ഷിഫാദ് മർസൂഖ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻസെൻസീവ് ആകുന്നു എന്ന് അവർ നേർക്കുന്നവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് ഷിഫാദ് മർസൂഖ്. ആ കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഷംഷാദ് മർക്കാർ അങ്ങനെ ഏതോ ഒരാളല്ല, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ്. സംഷാദ് മർക്കാർ ഏതോ ഒരാളെന്ന് പറഞ്ഞല്ലോ. സംഷാദ് മർക്കാർ നേതാവ് ഏതോ ആൾക്കാരെ ഒക്കെ കണ്ട് ചെയ്ത കാര്യം പറയുന്നത്, അത് അല്ലാതെ ഒഫീഷ്യലി ചെയ്ത കാര്യമല്ല. സംഷാദ് മർക്കാർ അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഏതോ സംഘടനകളെയും ആൾക്കാരെയും ഒക്കെ പോയി കണ്ട് അവർക്ക് സഹായം കൊടുപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞ. തീർച്ചയായിട്ടും 30 കോടിയോളം രൂപയുടെ CSR ഫണ്ട് അവർ ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി, സംസ്ഥാന സർക്കാരും ജില്ലാ കളക്ടറും എല്ലാം സ്വരൂപിച്ച് അവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവനോപാധി താങ്കൾ പറഞ്ഞു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ CMDRFൽ ലഭിച്ച പൈസ എല്ലാവർക്കും പൈസയായിട്ട് വിധിച്ചു കൊടുത്തൂടെ എന്നൊക്കെ രീതിയിലാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അതായത് ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ആളുകളുടെ ജീവിതം അവരെ ജീവിതം തിരിച്ച് കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സർക്കാർ അതാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ആളുകളുടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താം. ഇപ്പോൾ പല സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മറ്റു സംഘടനകളെല്ലാം ആളുകളെ സഹായിക്കുന്നു. നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾ CMDRFിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉന്നതമായ ഒരു ബോധമാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ എല്ലാ കാലത്തേക്കും അവരോട് കടപ്പെട്ട ഒരാളായിരിക്കും. എന്നാൽ സർക്കാരാകുമ്പോൾ അത് അവകാശമാണ്, അവകാശബോധം അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ അന്തസ്സിന് അത് ഹനിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ടൗൺഷിപ്പിലേക്ക് പോകുന്നത്. ഈ 402 കുടുംബങ്ങൾ, ഈ പറയുന്ന ബാധിക്കപ്പെട്ട 402 കുടുംബങ്ങളിൽ 104 കുടുംബങ്ങൾ ടൗൺഷിപ്പ് താമസിക്കാൻ സന്നദ്ധരല്ല എന്ന് അറിയിച്ചവർക്ക് 15 ലക്ഷം രൂപ അവർക്ക് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. ഈ ബാക്കിയുള്ള ആളുകൾ ടൗൺഷിപ്പ് പ്രവർത്തനം പണി വളരെ വേഗതയിൽ പുരോഗമിക്കുകയാണ്. ഡിസംബർ ജനുവരി മാസത്തോടു കൂടി അവിടെ ആളുകൾ താമസിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അവർക്കൊക്കെ വാടക ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ പരിഹരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപക്ഷെ റവന്യൂ മന്ത്രിയുടെ പോലും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ള താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം നിർദ്ദയമായ നടപടികൾ കാരണം ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന വില്ലേജ് ഓഫീസർക്ക് അവിടെ വന്നു, പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ജനം. എന്തുകൊണ്ടാണ്? അവിടെ സംഷാദ് മരക്കാർ അവിടെ ഉണ്ട്. അങ്ങനെ പ്രതിഷേധം ഉണ്ടാവണമെങ്കിൽ ജനപ്രതിനിധികൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടാവണം. സംഷാദിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായില്ലല്ലോ. തണ്ടി കാണുന്ന ജീപ്പിൽ തള്ളി വില്ലേജ് ഓഫീസറെ പുറത്തിറങ്ങാൻ അനുവദിക്കാൻ തിരിച്ചോടിച്ച സംഭവമാണ്. നാട്ടുകാർ വെറുതെ അങ്ങനെ ചെയ്യില്ലല്ലോ. നാട്ടുകാർക്കുള്ളിൽ രോഷമുള്ളത് കൊണ്ടാണ്. എന്താണ് ആ രോഷത്തിന്റെ കാരണം എന്നുകൂടി പഠിക്കേണ്ടത് സർക്കാർ ഉത്തരവാദിത്തമാണ്.